പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ദിനങ്ങളിൽ നമ്മൾ കുറച്ചു സമയം പരിശുദ്ധ കന്യകാ മറിയത്തോട് കൂടെ ആയിരിക്കാം. എന്തിനാണെന്നറിയാമോ? നമ്മൾ പലപ്പോഴും കൊന്തയും നൊവേനയൊക്കെ ചൊല്ലി ഉപവാസത്തിലൂടെ ഒക്കെ ഈ ദിവസത്തിൽ കടന്നു പോകുമ്പോഴേ നമുക്കത് നമ്മളുടെ ആത്മീയ തലങ്ങളില് വലിയ ഒരു പ്രയോജനം ഉണ്ടാകണം. രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരണം. നമ്മളുടെ കാര്യസാധ്യങ്ങളല്ല, നമ്മളുടെ ലോകത്തിലുള്ള നമ്മളുടെ ആഗ്രഹങ്ങളല്ല, പരിശുദ്ധ അമ്മ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്താണ്, യഥാർത്ഥത്തിൽ നമ്മളുടെ രക്ഷ എവിടെയാണ്, നമ്മളത് മനസ്സിലാക്കണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത് ലൂക്കായുടെ സുവിശേഷത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 26 മുതലുള്ള തിരുവചനങ്ങളായിരുന്നു. 26 മുതല് അവിടെ കണ്ട എന്തായിരുന്നു? അമ്മ അസ്വസ്ഥയാകുന്നു, അമ്മ ഭയപ്പെടുന്നു. പക്ഷെ ദൈവദൂതൻ അമ്മയോട് പറയുകയാണ്, മറിയത്തോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, പരിശുദ്ധാത്മാവിനാൽ നീ നിറയും, പരിശുദ്ധാത്മാവ് മറിയത്തിന്റെ മുകളിൽ വരുമെന്നും ദൈവത്തിന്റെ അത്യുന്നതന്റെ ശക്തി മറിയത്തിന്റെ മുകളിൽ ആവസിക്കുമെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അമ്മ ലോകത്തിലേക്കുള്ള നോട്ടം നിർത്തി, ടോട്ടലി ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിർത്തിയിട്ട് പരിശുദ്ധാത്മാവിലേക്കുള്ള ആശ്രയം, അത്യുന്നതന്റെ ശക്തിയിലേക്ക് മാത്രം നോക്കുന്ന അനുഭവം. മനസ്സിലായിരുന്നോ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ടില്ലേത്? ആ അനുഭവത്തില് ആത്മാവിനാൽ മാത്രം നയിക്കപ്പെടുന്നവളായി. അമ്മ എന്താ നമ്മളെ പഠിപ്പിക്കുന്നത് അതിലൂടെ? ഒരു ക്രിസ്ത്യാനി അത്യുന്നതന്റെ ശക്തിയിലാണ് ആശ്രയിക്കേണ്ടത്, ദൈവിക ശക്തിയിലാണ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. അത് കഴിഞ്ഞപ്പോഴ് ആത്മാവിന്റെ പ്രേരണയില് അമ്മ എങ്ങോട്ടാ പോകുന്നതെന്നറിയാമോ? ലൂക്കായുടെ സുവിശേഷത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ 41-ാമത്തെ തിരുവചനം 41 എലിസബത്തിന്റെ ഭവനത്തിലേക്കാണ് പോകുന്നത്. എലിസബത്തിന്റെ ഭവനത്തിൽ പ്രവേശിക്കുന്ന അമ്മ, ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴ് എന്താ സംഭവിക്കുന്നത്? അവിടെ എലിസബത്തിന്റെ ഉദരത്തിൽ ഉണ്ടായിരുന്ന ആ ശിശു കുതിച്ചു ചാടി എന്നാ എഴുതിയിരിക്കുന്നത്. നമ്മളൊക്കെ അറിയാവുന്ന ഇതല്ലേ അല്ലേ? കുതിച്ചു ചാടി. അതെന്തുകൊണ്ടാ? അത് കഴിഞ്ഞുകൊണ്ട് എന്തോ പറ്റി? എലിസബത്തും പരിശുദ്ധാത്മാവാൽ നിറഞ്ഞവളായി മാറി. പ്രൈസ് ദി ലോർഡ്. അമ്മയ്ക്ക് ഭയങ്കര ഇതായിരുന്നപ്പോഴത്തേക്ക് ലോകത്തിലേക്ക് നോക്കിയപ്പോഴ് സംഭവിക്കാത്ത കാര്യങ്ങള് പരിശുദ്ധാത്മാവിലേക്ക് നോക്കുമ്പോൾ സംഭവിക്കുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ. അമ്മ നമ്മളെ ഇന്ന് നമ്മളിൽ നിന്നും അമ്മ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? അമ്മയെപ്പോലെ പരിശുദ്ധാത്മാവിൽ ആവസിച്ചുകൊണ്ട് അത്യുന്നതന്റെ ശക്തിയിൽ നിറഞ്ഞുകൊണ്ട് ആ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി ഓരോ ക്രിസ്ത്യാനിയും മുന്നോട്ട് നീങ്ങണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. യേശുവിന്റെ അമ്മ അതാ ആഗ്രഹിക്കുന്നത്. നമ്മൾ കൊന്ത് ചെല്ലുമ്പോഴും നൊവേന അർപ്പിക്കുമ്പോഴും മറ്റെന്തെങ്കിലും പ്രാർത്ഥനകളും അമ്മയുടെ ഗാനങ്ങളൊക്കെ ആലപിക്കുമ്പോൾ അമ്മയോട് കൂടെ ആയിരിക്കുവാൻ, അമ്മയെപ്പോലെ, ആ പരിശുദ്ധ അമ്മയെപ്പോലെ ആകുവാൻ നമ്മൾ തയ്യാറെടുക്കണം, തീരുമാനമെടുക്കണം. ലോകത്തിലേക്കുള്ള എല്ലാ നോട്ടങ്ങളും നമ്മൾ മാറ്റിവെക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് കണ്ടപ്പോഴ് അമ്മ എലിസബത്തിന്റെ വീട്ടിൽ ഇത് സംഭവിച്ചപ്പോഴ് അമ്മ എന്താ ചെയ്തെന്നറിയാമോ? അമ്മ ഒരു സ്വസ്ത്രഗീതം ആലപിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ അമ്മ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അതാണ് സംഭവിച്ചത്. അവിടെ 46-ാമത്തെ വചനം മുതല് 56-ാമത്തെ വചനം വരെയും സ്വസ്ത്രഗീതമാണ്, മറിയത്തിന്റെ സ്തുതിപ്പാണ്, മറിയത്തിന്റെ ആരാധനയാണ്. 46-ഉം 47-ഉം വചനങ്ങളില് മറിയം എങ്ങനെയാ സ്തുതിച്ചെന്ന് നോക്കി. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്നാ പറയുന്നേ.
എന്റെ ചിത്തം, എന്റെ ആഗ്രഹം, എന്റെ ഉള്ള് ദൈവത്തിൽ ആനന്ദിക്കുന്നു, രക്ഷകനായ ദൈവത്തിൽ. ആ രണ്ട് കാര്യങ്ങൾ നോക്കുക. ഇപ്പോൾ സംഭവിക്കുന്നതായിട്ടാ പറയുന്നത്. എന്തുകൊണ്ടാ അപ്പോഴങ്ങനെ സംഭവിച്ചത്? മറിയം ആത്മാവിനാൽ നിറഞ്ഞവളായി അത്യുന്നതന്റെ ശക്തിയാല് ആവസിക്കപ്പെട്ട് ആത്മാവ് നയിക്കുന്നത് പോലെ മറിയം എലിസബത്തിന്റെ ഭവനത്തിൽ ചെന്നപ്പോഴ് ആത്മാവിന്റെ ആസക്തി മറ്റുള്ളവരിലേക്കും പകരുന്നത് മറിയത്തിന് കാണുവാൻ സാധിച്ചു. ഇന്ന് വരെയും സംഭവിക്കാത്ത സംഭവം മറിയത്തിലൂടെ സംഭവിക്കുകയാണ്. മറിയം അപ്പോൾ ദൈവത്തില് സ്തുതിക്കുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, ദൈവത്തിന്റെ ആ ചിത്തം, രക്ഷകനായ ദൈവത്തില് മറിയം ആനന്ദിക്കുകയാണ്. ആനന്ദം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? സന്തോഷിക്കുകയല്ല. സന്തോഷവും ആനന്ദവും തമ്മില് കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ പിക്നിക്കിന് പോകുകയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ലോകത്തിന്റെ കാര്യങ്ങൾ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കുറച്ചു കഴിയുമ്പോൾ ആ സന്തോഷം ഇല്ലാതായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും ടെൻഷനൊക്കെ കയറി വരും. പക്ഷേ ആനന്ദം എന്ന് പറയുന്നത് ഉള്ളിൽ നിന്നും വരുന്നതാണ്, ഉള്ളിൽ നിന്നും. അതുകൊണ്ടാണ് എന്റെ രക്ഷകനായ എന്റെ ചിത്തം എന്ന് പറയുമ്പോൾ ഉള്ളിൽ നിന്നും എന്റെ ആഗ്രഹം, എന്റെ ചിത്തം ദൈവത്തിന്റെ, എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്നാ പറഞ്ഞത്. ആനന്ദത്തിലേക്ക്, അത്രത്തോളം സന്തോഷത്തിന്റെ അങ്ങറ്റമാണത്. ആനന്ദം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ഫലമാണ്. പരിശുദ്ധാത്മാവിന്റെ ഫലം എന്താണെന്ന് ചോദിക്കുമ്പോൾ സ്നേഹം, ആനന്ദം, സന്തോഷം എന്നല്ല അവിടെ പറയുന്നത്. ആ ആനന്ദം മറിയത്തിൽ നിറഞ്ഞു. മറിയം ടോട്ടലി ലോകത്തെ വിട്ടിട്ട് ദൈവീകതയിലേക്ക് വരുന്ന മറിയം. ഓരോ വ്യക്തികളും, ഓരോ ക്രിസ്ത്യാനിയും, എന്നെ ശ്രവിക്കുന്ന മക്കളെ, നമ്മൾ കൊന്ത ചെല്ലുമ്പോഴ്, കൊന്ത പ്രാർത്ഥിക്കുമ്പോഴ്, അല്ലെങ്കിൽ നൊവേന പ്രാർത്ഥിക്കുമ്പോഴ്, മറിയത്തോട് അപേക്ഷിക്കുമ്പോഴെല്ലാം ചിന്തിക്കണം, മറിയം എങ്ങനെയാണ് അതുപോലെ ആകുന്നില്ലെങ്കിൽ അതുപോലെ ആകുവാൻ ലോകത്ത് വെടിഞ്ഞുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങള് ശക്തമായിട്ട് ആത്മാവിൽ നിറയുന്നവരായി തീരണം. ആ ആനന്ദത്തിലേക്ക് വരണം. ലോകത്തിന്റെ സന്തോഷത്തിലേക്ക് പോകരുത്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും 48-ാമത്തെ വചനത്തില് മറിയത്തിന്റെ സ്തുതിപ്പ് വരുന്ന ഇങ്ങനെയാണ്: അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. നേരത്തെ പറഞ്ഞ രണ്ട് സ്തുതിപ്പുകളും ഇപ്പോൾ സംഭവിച്ചതാണ് അല്ലെ. ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞു പോയതാ, കടാക്ഷിച്ചു. എന്നിട്ട് പറയുകയാണ്, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. എന്നുവെച്ചാൽ എന്റെ അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ, ഞാൻ എളിമയോടുകൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴ് ദൈവവുമായിട്ട് കൂടുതൽ ദൈവവചനങ്ങൾ അനുസരിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥനയിൽ തന്നെ ആയിരുന്നപ്പോഴ്, താഴ്മയോടുകൂടി അങ്ങയുടെ സന്നിധിയിലായിരുന്നപ്പോഴ് അങ്ങനെ കടാക്ഷിച്ചു. എന്താണ് ചെയ്തത്? എനിക്ക് പരിശുദ്ധാത്മാവിനെ നൽകി, എനിക്ക് ആത്മാവിനെയും അത്യുന്നതന്റെ ശക്തി എനിക്ക് നൽകി, എന്നെ വളരെയധികം ദൈവികമാക്കി മാറ്റി. ആ ശക്തി, ആ പരിശുദ്ധാത്മാവ്, ആദ്യം പറഞ്ഞില്ലേ, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുന്നത്. എന്റെ മറിയത്തിന്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും ഒന്നായിട്ട് തീരുന്ന ഒരവസ്ഥ. ആ പരിശുദ്ധാത്മാവ് മറിയത്തിന്റെ ആത്മാവുമായിട്ട് ഒന്നായിത്തീരുന്നു. അത് നമ്മുടെ ഹൃദയത്തില് ഓരോ ക്രിസ്ത്യാനിയിലും ഇത് സംഭവിക്കണം. അപ്പോഴാണ് നമുക്ക് ദൈവത്തെ പൂർണ്ണമായിട്ട് മഹത്വപ്പെടുത്തുവാൻ സാധിക്കുന്നത്. എന്നിട്ട് പറയുന്നത്, ആ താഴ്മയായിരുന്നപ്പോഴ് എന്നെ കടാക്ഷിച്ചു എന്ന് പറയുന്നത് കഴിഞ്ഞ കാലമാണ്. അതിന് മുമ്പ് സംഭവിച്ചതാണ്. സംഭവിച്ചതിനെ ഓർത്തിട്ട് മറിയം പറയുകയാണ്, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. പ്രൈസ് ദി ലോർഡ്. അതെന്തുകൊണ്ടാ പറഞ്ഞത്? ഒരു വലിയൊരു പ്രത്യാശ. നേരത്തെ ഭയം വന്നു, നേരത്തെ പേടിയുണ്ടായി, നേരത്തെ അസ്വസ്ഥയായി. പക്ഷേ പരിശുദ്ധാത്മാവ് പൂർണ്ണമായിട്ടും ലോകത്തെ വിട്ടിട്ട് ദൈവാത്മാവുമായി ഒന്നായി ചേർന്നപ്പോൾ പറയാണ്, ഇപ്പോൾ മുതൽ ഒരു വലിയൊരു പ്രത്യാശ കിട്ടി, ശക്തമായ ഒരു പ്രത്യാശ. ഇനി പ്രത്യാശയിലാ ജീവിക്കാൻ പോകുന്നത്.
അതാണ് മറിയം പറയുന്നത്, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു ക്രിസ്ത്യാനി അങ്ങനെയുള്ള ദൈവീകമായ പ്രത്യാശയിൽ ജീവിക്കണം. അതിനുവേണ്ടി പരിശുദ്ധാത്മാവും നമ്മുടെ ആത്മാവും ഒന്നായി തീരണം, സമർപ്പിക്കണം ടോട്ടലി. വീണ്ടും 49-ാമത്തെ വചനത്തില് മറിയം പ്രകീർത്തിക്കുന്നതാണ്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ചെയ്തു കഴിഞ്ഞതാ, ചെയ്തിരിക്കുന്നു എന്നാ പറയുന്നേ. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് മറിയം ഓർത്ത് ദൈവത്തോട് പറയുകയാണ്, അങ്ങെനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്, പ്രകീർത്തിക്കുകയാണ്. എന്നിട്ട് മറിയം പറയുകയാണ്, വീണ്ടും ഒരു പ്രത്യാശയാണ് അവിടെ. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. വലിയൊരു പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും കരുണ വർഷിക്കും. മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ദൈവാത്മാവുമായി പൂർണ്ണമായിട്ടും സമർപ്പിക്കപ്പെടുമ്പോൾ, ഒന്നായി തീരുമ്പോൾ നമ്മൾ ആനന്ദത്തോടുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും രക്ഷകനായ ആ ദൈവത്തെ നമ്മൾ സ്വീകരിക്കുകയും രക്ഷയിലേക്ക് കടന്നു വരികയും ചെയ്യും. അസ്വസ്ഥതകൾ കടന്നു വരുമ്പോൾ, വേദനകൾ കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, കഴിഞ്ഞ കാലത്തിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചവ ഓർത്തിട്ട് ദൈവത്തിലേക്ക് വീണ്ടും പ്രത്യാശ വയ്ക്കുക. മറിയം ഒരുപാടും കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ. വീണ്ടും പറയുന്ന അതാണ്. വീണ്ടും പറയുകയാണ്, അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. കഴിഞ്ഞതാണ്. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. കഴിഞ്ഞതാ പറയുന്നത്. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. കഴിഞ്ഞതാണ്. എളിയവരെ, മാതാവ് എളിമപ്പെട്ടപ്പോഴ് മാതാവിനെ ഉയർത്തി. ശക്തന്മാരാണെന്ന് ചിന്തിച്ചവരൊക്കെ വീണു. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. ചിന്തിച്ചു നോക്കുക, മറിയം എങ്ങനെയാണ് ദൈവത്തെ സ്തുതിച്ചത്. കഴിഞ്ഞ കാലത്ത് എനിക്ക് ചെയ്ത കാര്യങ്ങൾ ഓർത്തുകൊണ്ടിട്ട് ഒരു വലിയൊരു പ്രത്യാശയിലേക്ക് കടന്നു വരുന്ന മറിയം. കഴിഞ്ഞ കാര്യങ്ങളിൽ അസ്വസ്ഥപ്പെട്ടിരുന്ന മറിയം, അല്ലെങ്കിൽ വേദനിച്ച മറിയം, അല്ലെങ്കിൽ ഭയപ്പെട്ട ആ പരിശുദ്ധ കന്യകാ മറിയം, അതെല്ലാം വിട്ടുപോകുന്നത് പരിശുദ്ധാത്മാവുമായിട്ട് ഒന്നായി ചേരുമ്പോഴാണ്. ആത്മാവ് നയിക്കുന്നത് പോലെ മുന്നോട്ട് നീങ്ങുമ്പോഴാണ്. അമ്മ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് അമ്മയുടെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. പരിശുദ്ധാത്മാവും അമ്മയുടെ ആത്മാവും ഒന്നായി ചേരുമ്പോഴാണ് എന്റെ ആത്മാവ്, നമ്മുടെ ആത്മാവ് ദൈവാത്മാവുമായി, ഓരോ ക്രിസ്ത്യാനിയുടെയും ആത്മാവ് ദൈവാത്മാവുമായി ഒന്നായിട്ട് മുന്നോട്ട് നീങ്ങണം. പ്രൈസ് ദി ലോർഡ്. അതാണ് അമ്മ നമുക്ക് നൽകുന്ന വലിയ ഒരു പാഠം, വലിയ ഒരു മാതൃക. ഒരു ക്രിസ്ത്യാനി എങ്ങനെയായിരിക്കണമെന്ന് അമ്മ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അപ്പോഴും നമ്മള് പരിശുദ്ധാത്മാവാൽ നിറഞ്ഞവരായി, ആത്മാവിനുമായി എന്റെ ആത്മാവും നമ്മുടെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും ഒന്നായി ചേർന്നുകൊണ്ട് ദൈവമഹത്വത്തില് ആനന്ദിക്കേണ്ടവരാണ്. രക്ഷകനായ യേശുവിൽ ആനന്ദിക്കേണ്ടവരാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കുകയും അല്ലെങ്കിൽ വചനങ്ങൾ വായിക്കുകയും അമ്മയെക്കുറിച്ച് ചിന്തിക്കുകയും കൊന്ത ചെല്ലുകയും ഉപവാസത്തിലായിരിക്കുകയും നൊവേനകൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ ഒരു കാര്യം ഓരോ ക്രിസ്ത്യാനിയും നൊവേന ചെല്ലുന്നവരോർക്കണം, പരിശുദ്ധ അമ്മയെപ്പോലെ എളിമപ്പെട്ടുകൊണ്ട് താഴ്മയോടുകൂടി ദൈവസന്നിധിയിൽ നിന്ന് പരിശുദ്ധാത്മാവാൽ നിറഞ്ഞവരായി ദൈവത്തിന്റെ അത്യുന്നതന്റെ ശക്തിയാല് ആവസിക്കപ്പെട്ടവരായി ആത്മാവുമായി എന്റെ ആത്മാവും നമ്മളുടെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവുമായി ഒന്നായി ചേർന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആ രക്ഷകനായ ദൈവത്തില് ആനന്ദിക്കുവാനും നമ്മൾ തുടങ്ങണം. ലോകത്തിന്റെ സന്തോഷം നിലനിൽക്കത്തില്ല മക്കളെ. ദൈവത്തില് ആനന്ദിക്കുമ്പോഴേ ആ ആനന്ദം നിത്യമാണ്, നിലനിൽക്കും. നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം. പിതാവായ ദൈവമേ,
പുത്രനായ യേശുവിന്റെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകം ഞങ്ങൾ ഓരോരുത്തരിലും നിറയ്ക്കുകയും ദൈവികതയിലെ ഒരു ദൈവമേ അങ്ങയുടെ ആത്മാവുമായി ഞങ്ങളുടെ ആത്മാവിനെ ഒന്നായി ചേരുവാനായിട്ടുള്ള ആ കൃപ നൽകണമേ. എന്റെ ആത്മാവ്, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാവ് അങ്ങയുടെ ആത്മാവുമായി ഒന്നായി ചേരുവാൻ, ഒന്നായിരിക്കുവാൻ, അങ്ങനെ ദൈവത്തെ, പിതാവായ ദൈവമേ, അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളുടെ രക്ഷകനായ ദൈവത്തിലെ ആനന്ദിക്കുവാനുമുള്ള ആ കൃപ നൽകി അനുഗ്രഹിക്കണമേ. തലമുറകൾ തോറും അങ്ങയുടെ കരുണ വർഷിക്കണമേ. തലമുറകൾ തോറും അങ്ങയുടെ കരുണ വർഷിക്കുവാൻ ഞങ്ങൾ ഇന്ന് പൂർണ്ണമായിട്ടും വെറുതെ പ്രാർത്ഥിക്കുന്നവരല്ല, സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും അമ്മയെപ്പോലെ അങ്ങയുടെ കരങ്ങളിലെ പരിശുദ്ധാത്മാവുമായി ഒന്നായിരിക്കുവാനായിട്ട് പൂർണ്ണമായിട്ടും ഞങ്ങൾ സമർപ്പിക്കുന്നവരായി തീരുവാനുള്ള കൃപ നൽകണമേ. അമ്മേ മാതാവേ, അമ്മയെപ്പോലെ പൂർണ്ണമായിട്ടും സമർപ്പിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. നമുക്ക് ഒരു തീരുമാനമെടുക്കാം. നമ്മൾ വെറുതെ കൊന്നു ചെല്ലുന്നവരല്ല ഇന്ന് മുതൽ. നമ്മൾ വെറുതെ ഒരു നൊവേന പ്രാർത്ഥിക്കുന്നവരായിരിക്കത്തില്ല. നമ്മൾ വെറുതെ ഉപവസിക്കുന്നവരായിരിക്കത്തില്ല. നമ്മളുടെ ആത്മാവിനെ ദൈവത്തിന്റെ ആത്മാവുമായി പരിശുദ്ധ മറിയത്തെ പോലെ പൂർണ്ണമായിട്ടും ഒന്നായിരുന്നു കൊണ്ട് ആ നിത്യമായ ആനന്ദത്തിലേക്ക് കടന്നു വരുന്ന ഒരു അനുഭവം നമ്മളുടെ ജീവിതത്തിൽ ഇന്നു മുതൽ ഉണ്ടാകുന്നു. പ്രാർത്ഥിക്കാൻ നമുക്ക് തീരുമാനിക്കുന്നു. നമ്മളെല്ലാവരും ഇന്ന് തീരുമാനിക്കുന്നു ദൈവികതയിൽ പരിശുദ്ധാത്മാവാൽ നയിക്കപ്പെടുവാൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ.